നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 16-ാം തീയതി അതായത് ജൂലൈ 16-ാം തീയതി നടപ്പാക്കാൻ യമനിലെ ഭരണകൂടം തീരുമാനിച്ചു എന്നുള്ള വേദനയും സങ്കടവുമായ ഒരു വാർത്തയാണ് കേൾക്കാനിടയായത്. അതുകൂടാതെ ഈ മരണപ്പെട്ട ആളുടെ വീട്ടിലേക്ക് 9 കോടി രൂപ ദയാധനമായി കൊടുത്താൽ വധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയ ഒഴിവാക്കാം എന്നുള്ള ഒരു വാർത്തയും കൂടി കേൾക്കാൻ ഇടയായി. അതിനു മുമ്പ് നിമിഷപ്രിയ ആരാണെന്നും എന്താണെന്നും എന്തിനാണ് വധശിക്ഷയ്ക്ക് വിധേയമായതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് വളവളാന്ന് സംസാരിക്കുന്ന ചില പോങ്ങന്മാരുടെ വീഡിയോ കാണാനിടയായി. അവരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നിമിഷപ്രിയ യമനിൽ ഒരു ക്ലിനിക്ക് നടത്തുകയും ആ ക്ലിനിക്കിലെ വരുമാനം പോരാതെ വരികയും മറ്റൊരു ക്ലിനിക്ക് തുടങ്ങണം എന്ന ആഗ്രഹം മനസ്സിലുണ്ടാവുകയും എന്നാൽ ആ ക്ലിനിക്ക് തുടങ്ങുന്നതിന് ഒരാളുടെ സഹായം ആവശ്യമായി വരികയും ചെയ്തപ്പോഴാണ് നിമിഷപ്രിയ തലാൽ എന്ന ചെറുപ്പക്കാരനുമായി കണ്ടുമുട്ടുന്നത്. അങ്ങനെ തലാൽ എന്ന ചെറുപ്പക്കാരന്റെ സഹായത്തോടു കൂടി മറ്റൊരു ക്ലിനിക്ക് തുടങ്ങുകയും അതിലൂടെ അവർ നല്ല സൗഹൃദത്തിലാവുകയും ആ സൗഹൃദം ഒരു പ്രണയത്തിലാവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. തലാലും നിമിഷപ്രിയയും തമ്മിൽ ഭാര്യയും ഭർത്താവുമാണ് എന്നുള്ള രേഖ യമനിൽ ഉണ്ട് എന്നൊക്കെയാണ് അവരും പറയുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. എന്നാൽ ഇവരുടെ സൗഹൃദം പ്രണയത്തിലായതിനു ശേഷമാണ് തലാൽ എന്ന ചെറുപ്പക്കാരൻ വളരെ മോശപ്പെട്ട ചെറുപ്പക്കാരനാണെന്നും അദ്ദേഹം കഞ്ചാവിനും മയക്കുമരുന്നും അടിമയാണെന്നും മനസ്സിലാക്കി സ്ഥിരമായി ഈ നിമിഷപ്രിയ ഉപദ്രവിക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിമിഷപ്രിയ തലാലിനെതിരെ കേസ് കൊടുക്കുകയും തലാൽ ജയിലാവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങിയ തലാൽ വീണ്ടും കൂടുതലായിട്ട് നിമിഷപ്രിയയെ ഉപദ്രവിക്കാൻ തുടങ്ങി. ആ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ തലാലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നിമിഷപ്രിയയുടെ ഉള്ളിൽ തലാലിനെ മയക്കിക്കെടുത്തി രക്ഷപ്പെടാം എന്നുള്ള ഒരു ഉദ്ദേശം മനസ്സിന്റെ ഉള്ളിൽ വന്നത്. അങ്ങനെ തലാലിനെ മയക്കിക്കെടുത്തുകയും എന്നാൽ ആ മയക്കം കുറച്ചു നേരത്തേക്ക് നീണ്ടുകയും അതിനിടയിൽ തലാലിന്റെ അനക്കമൊന്നും കാണാതെ വന്നപ്പോൾ നിമിഷപ്രിയയും നിമിഷപ്രിയയുടെ കൂട്ടുകാരി ഹനാനും കൂടി ചേർന്നെടുത്ത തീരുമാനമാണ് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുക എന്നുള്ളത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ തലാൽ എന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ശരീരം കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു ബാഗിലാക്കി വാട്ടർ ടാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചിട്ട് രണ്ടാളും കടന്നു കളയുകയാണ് ചെയ്യുക ഉണ്ടായത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മനുഷ്യനെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പച്ച മാംസം അറവുശാലയിൽ ഇറച്ചി വെട്ടും മാതിരി കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ബാഗിലാക്കി വാട്ടർ ടാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുക. ഒരിക്കലും നമുക്ക് ഇത് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റത്തില്ല. എന്തുമാത്രം ക്രൂരതയാണ്, ക്രൂരകൃത്യമാണിത് എന്ന് നമുക്ക് പറയണം. കാരണം ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന ആള് ഒരു ഇന്ത്യക്കാരി ആയതുകൊണ്ടും ഒരു മലയാളി ആയതുകൊണ്ടും അവര് ചെയ്ത തെറ്റല്ലാതാവുന്നില്ല, അത് തെറ്റ് തന്നെയാണ്. നിമിഷപ്രിയയെ ഓർത്ത് സങ്കടപ്പെടുന്ന മാതാപിതാക്കളും കൂട്ടുകുടുംബങ്ങളും ബന്ധുമിത്രാദികളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ തലാൽ എന്ന ചെറുപ്പക്കാരന്റെ കാര്യം ഓർത്ത് വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന മാതാപിതാക്കളും ബന്ധുക്കളും ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മളെല്ലാവരും മനസ്സിലാക്കുക. ഒരു പെണ്ണിനെ അവളുടെ അനുവാദമില്ലാതെ ഒരാൾ ശരീരത്ത് തൊടാൻ ശ്രമിച്ചാൽ ആ പെണ്ണ് എതിർക്കുകയും ഒരുപക്ഷെ അത് ഒരു കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തേക്കാം. പക്ഷേ ഇത് കൊല ചെയ്തതിന് ശേഷവും ആ ശരീരം വെട്ടി കഷ്ണങ്ങളാക്കി നുറുക്കി ഒരു ബാഗിലാക്കുകയാണ് ചെയ്യേണ്ടത്. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? എന്തായാലും നിമിഷപ്രിയയ്ക്ക് അവർ ചെയ്ത തെറ്റ് എന്താണെന്ന് ബോധ്യമാവുകയും അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒന്നും ചിന്തിക്കാതെ ചെയ്തു പോയതാണെന്നും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ എത്രയും പെട്ടെന്ന് നിമിഷപ്രിയ നമ്മുടെ കേരളത്തിന്റെ മണ്ണിലേക്ക് എത്തട്ടെ എന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം. കാരണം അവരെ കാത്തിരിക്കുന്ന ഒരു ഭർത്താവുണ്ട്, അവരെ കാത്തിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, അവരുടെ വരവും കാത്തിരിക്കുന്ന മക്കളുണ്ട്. അവരുടെ മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് നിമിഷപ്രിയ കേരളത്തിന്റെ മണ്ണിലേക്ക് വന്നിറങ്ങട്ടെ എന്ന് തന്നെയാണ് എന്റെ പ്രാർത്ഥനയും. നിങ്ങളും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. കൂടാതെ കേരള മക്കളോട് മറ്റൊരു അപേക്ഷയാണ്. 9 കോടി രൂപ കൊടുത്താൽ നിമിഷപ്രിയയെ നമ്മുടെ കേരളത്തിലേക്ക് വിട്ടുകിട്ടും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ 9 കോടി രൂപ കൊടുത്താൽ വിട്ടുകിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ നല്ലവരായ എല്ലാ മലയാളി മക്കളും അവരെ സഹായിക്കണം. നമ്മൾ റഹീമിനെ സഹായിച്ചതുപോലെ അവരെയും സഹായിച്ച് ആ നിമിഷപ്രിയ എന്ന ആ മാതാവിനെ അവരെ മക്കളിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കണം.